ശ്രീമാൻ വി ഡി സതീശന്റെ പാർട്ടി ചെയ്യേണ്ടിയിരുന്നത് ഈ വിഷയം ഒരു പ്രത്യേക പ്രമേയം നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ സാധിക്കുമോ? നിങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? നിങ്ങൾക്കിതിൽ യഥാർത്ഥത്തിലുള്ള മനസാക്ഷിയുണ്ടെങ്കിൽ കേരളത്തിന്റെ പ്രതിപക്ഷം നിങ്ങളും വരിക, നിങ്ങളും വരാൻ നിങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ തയ്യാറാണ്. കേന്ദ്ര ഗവൺമെന്റ് എന്ത് നഷ്ടം സഹിച്ചുകൊണ്ടും ഈ പാവപ്പെട്ട അമ്മമാരുടെ കൂടെ നിൽക്കാൻ തയ്യാറാണ്. ആദരണീയനായിട്ടുള്ള ഹോം മിനിസ്റ്റർ നദ്ദാജിയുടെ മറുപടി നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ചോദിക്കുന്നത് കൃത്യമായ സമയത്ത് ആശാപ്രവർത്തകർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്, എന്നാൽ ഇനിയും കൂട്ടണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും താല്പര്യം. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്ത പണം കോടിക്കണക്കിന് രൂപ അത് ആശാപ്രവർത്തകരുടെ അരികിലേക്ക് എത്തിയിട്ടുണ്ടോ? ആശാപ്രവർത്തകർക്ക് ഇതുവരെ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത കോടികളുടെ കണക്കും അവർക്ക് നിങ്ങൾ അനുവദിച്ച കണക്കും ഒരു ധവളപത്രം പുറപ്പെടുവിപ്പിക്കാൻ 1.5 മാസക്കാലമായി സമരം തുടങ്ങിയിട്ട് ഈ സമയത്തെങ്കിലും കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമോ? തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഇരട്ടത്താപ്പാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി പറയാൻ ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെയുള്ള സമരസമിതിയുടെ നേതാക്കന്മാരായിട്ടുള്ള സഹോദരിമാരോട് ഞാൻ ചോദിച്ചത് അവരോടൊപ്പം ഞാൻ കിടക്കണോ എന്നാണ്. മരണം വരെ അവര് വിളിച്ചാൽ മരണം വരെ ഉപവാസം കിടക്കാൻ ഞാൻ തയ്യാറാണ്. അവരുടെ ഒരു വിളിക്ക് വേണ്ടി ഞാൻ കാതോർക്കുകയാണ്. അതുകൊണ്ട് മാത്രം ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്നുള്ളതല്ല. എന്നാൽ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവർ 7 ദിവസമാണ് ഇവിടെ നിരാഹാരം കിടന്നതെങ്കിൽ എന്നെ മാധ്യമപ്രവർത്തകർ വന്ന് കണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാലയളവ് വരെ, മരണം വരെ ഞാൻ കിടക്കാൻ തയ്യാറാണ്. പക്ഷെ അവർ വിളിക്കണം. അപ്പം അതുകൊണ്ട് അമ്മമാരെന്താ പറഞ്ഞത്? അതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഇവിടെ ഇരിക്കുന്ന അമ്മമാര് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഞങ്ങൾക്ക് വേണ്ടത് ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള നീതിയാണ്, ശമ്പളമാണ്, ആനുകൂല്യമാണ്. എന്തുകൊണ്ടാണ് ഇത് കൊടുക്കാൻ സാധിക്കാത്തത്? ഇവിടെ എല്ലാ സൗകര്യങ്ങളും വർദ്ധിക്കുന്നുണ്ട്. ഇവിടെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും നിയമസഭയ്ക്കകത്തുള്ളവരുടെ മുഴുവൻ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അവർ സുഖ സൗകര്യത്തോടുകൂടി ജീവിക്കുന്നുണ്ട്. 700 രൂപ ഈ പാവപ്പെട്ട അമ്മമാർക്ക് കൂലി കൊടുക്കാൻ അവരുടെ പ്രകടന പത്രികയിൽ എന്താ പറഞ്ഞത്? ആശാ പ്രവർത്തകർക്ക് എത്ര രൂപ കൊടുക്കുമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ അവർ പറഞ്ഞത്. ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം എന്തുകൊണ്ടാണ് പ്രാവർത്തികമാക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പ്രസ്ഥാനത്തിനും സാധിക്കാത്തത് എന്നുള്ള ചോദ്യം ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രാവർത്തികമാക്കിയില്ലെങ്കിലും വല്യേട്ടനും അനിയേട്ടനുമായിട്ട് ഇവിടെ ശ്രീമാൻ വി ഡി സതീശനും ബഹുമാനപ്പെട്ട പിണറായി വിജയനും ഒരുമിച്ച് കൂടി ഈ പാവങ്ങളെ ചതിക്കുകയാണ്, പറ്റിക്കുകയാണ്. അവരല്ലേ നിയമസഭയിലുള്ളത്? എത്ര MLA-മാരുണ്ട് കോൺഗ്രസിന്? ഞങ്ങൾ ചോദിക്കട്ടെ, പാലക്കാട് മുനിസിപ്പാലിറ്റി പറഞ്ഞതുപോലെ ഞങ്ങൾ ഭരിക്കുന്ന മുത്തോലി പ്രദേശത്തെ ഞങ്ങളുടെ നേതാക്കന്മാർ, അവിടെ ഇരിക്കുന്ന മെമ്പർമാർ, അവിടെ ഇരിക്കുന്ന അധികാരികൾ, അവർ പറഞ്ഞതുപോലെ ഇവിടത്തെ കേരളത്തിലെ കോൺഗ്രസ് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുനിസിപ്പാലിറ്റികൾ, അവർ നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാർ കേരളത്തിലുണ്ടല്ലോ. നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആശാ വർക്കേഴ്സിന് ഞങ്ങൾ ഭരിക്കുന്ന ഭരണസമിതിക്കകത്ത് ശമ്പളം വർദ്ധിപ്പിക്കുമെന്ന് പാലക്കാട് മുനിസിപ്പാലിറ്റി എടുത്തതുപോലെ ഒരു തീരുമാനമെടുക്കാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ കയ്യിലുള്ള ഭരണസാരഥ്യമുള്ള നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവർ തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യവും ഈ സമൂഹത്തിന്റെ മുന്നിൽ വെക്കാൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. ആശമാർ വിളിച്ചാൽ ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ തയ്യാറാണെന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രി, ആശമാർ വിളിച്ചാൽ ഇവിടെ വന്ന് മരണം വരെ നിരാഹാരം കിടക്കാമെന്ന് BJP നേതാക്കളും പറയുന്നുണ്ട്. അങ്ങനെ 2 കൂട്ടരും അവിടെ ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ ഈ സമരം എങ്ങനെയാണ് തീർക്കണ്ടേ? അതിനെന്താണ് ചെയ്യാൻ പറ്റുക? അവിടെ ഒരു കാര്യമാണ്. നോക്കൂ, ഒരു കാര്യം പറയട്ടെ. കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് പറയേണ്ട കാര്യം നിയമസഭയ്ക്കകത്ത് പറയണമല്ലോ. കേന്ദ്രത്തിന്റെ പാർലമെന്റിനകത്ത് പറയേണ്ട കാര്യങ്ങൾ പാർലമെന്റിനകത്ത് പറയണമല്ലോ. ഞങ്ങൾ പൊതുപ്രവർത്തകരാണ്. പൊതുപ്രവർത്തകർ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ കയ്യിലുള്ള ആയുധം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ നിൽക്കുന്ന ശരീരമാണ്, ഞങ്ങളുടെ ഹൃദയമാണ്, ഞങ്ങളുടെ മനസ്സാണ്. ഇത് അവർക്ക് കൊടുക്കാൻ തയ്യാറുണ്ട് എന്ന് പറയാനേ സാധിക്കൂ. കാരണം ഒപ്പുവെക്കാനുള്ള സിഗ്നേച്ചറുമായിട്ട് പേന കയ്യിലുമായിട്ട് ഞങ്ങൾ ഇരിക്കുകയല്ല. എന്നാൽ കേരളത്തിന്റെ ഗവൺമെന്റിന് അറിയാമല്ലോ, മിസോറാമിൽ ഒരു ഗവൺമെന്റില്ലേ, അവരെന്താ തീരുമാനിച്ചത്? ആശാ പ്രവർത്തകരെ തൊഴിലാളികളായിട്ട് അവർ തീരുമാനമെടുത്തു. ആ ഗവൺമെന്റ് അത് കൈകാര്യം ചെയ്യുന്നു. എന്നാ പിന്നെ ഇവിടെ രാഷ്ട്രപതി ഭരണം വേണോ? മതിയോ? അതാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നത്? ഒന്നും നടത്തിക്കൊണ്ടുപോകാൻ പൈസയില്ല.
ശമ്പളം കൊടുക്കാൻ കയ്യിൽ പണമില്ല. എന്നാൽ എല്ലാ ചെലവുകളും നടക്കുന്നുണ്ട്, സുഖമായിട്ട് കാര്യങ്ങൾ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെയല്ല വീണ പറഞ്ഞത്. വീണ ഡൽഹിയിൽ സമരം നടത്താൻ പോയത് ക്യൂബയിലേക്കുള്ള വഴി തേടിയിട്ടാണ്. അപ്പോ അത് രണ്ടും ഒരുമിച്ച് വായിക്കേണ്ട. ആശാപ്രവർത്തകർക്ക് വേണ്ടി നമ്മുടെ ഒരു പ്രമുഖമായിട്ടുള്ള മാധ്യമത്തിന്റെ അവതാരികയ്ക്ക് അരമണിക്കൂർ സമയം കേന്ദ്രത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി നദ്ദാജിയുമായി കാണാനും സംസാരിക്കാനും സാധിച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണയ്ക്ക് സമയം കിട്ടാതെ പോയി, സമയം കൊടുക്കാതിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം വെള്ളരിക്കപ്പട്ടണമല്ല ഈ കേരളം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ 2.5 മണിക്കൂറും 3 മണിക്കൂറുമാണ് ആശാപ്രവർത്തകരുടെ ജോലി എന്ന് പറയുന്നത്. അതിനനുസൃതമായിട്ട് അവിടെ കൊടുക്കുകയും ബാക്കി കേന്ദ്ര ഗവൺമെന്റ് ആ കാര്യത്തിലും ഈ തീരുമാനം തന്നെ എടുത്തിട്ടുണ്ട്. അവർ മനുഷ്യത്വപരമായിട്ടുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആന്ധ്ര ഗവൺമെന്റ് വ്യക്തമായിട്ട് അവർ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ അമ്മമാർ ഇങ്ങനെ റോഡിൽ കിടക്കുന്നത്? ഇതാണോ കേരളം? കേരളത്തിന് ഈ കാര്യത്തിൽ മാത്രമേ സാമ്പത്തിക പ്രതിസന്ധിയുള്ളൂ? കേരളത്തിന് ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും നടത്താൻ കയ്യിൽ പണമുള്ള, അല്ലെങ്കിൽ അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ കടം വാങ്ങാൻ തയ്യാറുള്ള, അതിന് പ്രാപ്തിയുള്ള ഈ കേരളത്തിന്റെ ഗവൺമെന്റിന് എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ മാത്രം ഇരട്ടത്താപ്പ് സ്വീകരിക്കുന്നത്? അതല്ലേ ചോദ്യം. അപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലേക്ക് ഈ ആശാപ്രവർത്തകരെ മാറ്റാൻ അതിന് ഒരു നിയമപരമായിട്ട് അതിനെന്തെല്ലാം ചെയ്യണം, എന്ത് ചെയ്താൽ അത് സാധിക്കും, അതൊന്ന് തീരുമാനമെടുക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി ഇരുന്ന് ചർച്ച ചെയ്യാൻ സാധിക്കുമോ? എന്ത് കാര്യത്തിനും പരിഹാരമുണ്ടല്ലോ, എല്ലാ കാര്യത്തിനും പരിഹാരമുണ്ട്. പക്ഷെ വേണമെന്ന് തോന്നണം. നനച്ചാൽ ഞാൻ പുലിയെ പിടിപ്പാൻ, ஆனால் നിനക്ക മാട്ടെ. ഇതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ തീരുമാനം, ഇതാണ് മിസ്റ്റർ രാജേഷിന്റെ തീരുമാനം, ഇതാണ് ശ്രീമതി വീണയുടെ തീരുമാനം. ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ പണം കൊടുക്കൂ. കടം വന്ന എല്ലാ പൈസയും അത് കേരള ഗവൺമെന്റിന് വാങ്ങിക്കൊടുക്കാൻ ഞങ്ങൾ കൂടെ വരാമെന്ന് പറയുന്നത് കേന്ദ്രത്തിലെ ആളുകളുമായിട്ട് ചർച്ച ചെയ്തിട്ടായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും അതിനുള്ള ഒരു സമീപനം സ്വീകരിക്കൂ എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ പറയുന്നത്. ഇവിടെ വന്നൊന്ന് ചർച്ച നടത്തൂ. ഈ സ്ത്രീകളെ കാണൂ. പാവപ്പെട്ടവർ കരയുകയല്ലേ. വരുന്ന ആളുകൾ മുഴുവൻ ദുഃഖിക്കുകയാണ്. ഇവിടെ എത്തിപ്പെടുന്ന മുഴുവൻ ആളുകളുടെയും മനസ്സ് വേദനിക്കുകയാണ്. എന്ത് നീചമായിട്ടുള്ള ഒരു സമീപനമാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്?